മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കേന്ദ്രീയ ഭവൻ കാക്കനാട് ജില്ലാ സൈക്കിൾ അസോസിയേഷനും ചേർന്ന് സേ നോ ടു ഡ്രഗ് ബാനർ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള സൈക്കിൾ റാലി കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ സമീപത്തു നിന്ന് ആരംഭിച്ചു. പാലാരിവട്ടം വാഴക്കാല വഴി കാക്കനാട് കേന്ദ്രീയ ഭവനിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഓഫീസിന് സമീപം സമാപിച്ചു. സൈക്കിൾ റാലി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ IPSഉം അപ്പോളോ ടയേഴ്സ് പ്ലാന്റ് ഹെഡ് ജോർജ് ഉമ്മനും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. 70ഓളം പേർ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു. അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി വർഷങ്ങളായി ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റാലി, കൂട്ടയോട്ടം, കൂട്ടനടത്തം, പിന്നെ അതുപോലെ തന്നെ മാരത്തൺ. ഞാൻ ഏകദേശം 10 വർഷത്തോളം മുമ്പ് സ്കൂളിലായിരുന്നപ്പോൾ തൊട്ട് കണ്ടുവരുന്ന പരിപാടിയാണ്. ഇപ്പം 30 വർഷത്തിന് ശേഷം ഞാനിവിടെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വന്നപ്പോൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും റാലിയും ഇത്രയും കൂട്ടുകെട്ടവും ഇത്രയും മാരത്തൺ നടത്തിയിട്ടും ഈ ലഹരിയുടെ ഉപയോഗം കൂടിക്കൂടി വരുന്നതല്ലാതെ കുറഞ്ഞു വരുന്നതായി കാണുന്നില്ല. എന്നിരുന്നാലും നമ്മളിതിന് എതിരെ പോരാടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അവയർനെസ് ഇതിനു വേണ്ടി നമ്മൾ ഇതേപോലുള്ള സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ കുറച്ചുകൂടെ ഒരു സ്ട്രിക്റ്റ് ആക്ഷൻ എന്ന നിലയിൽ സിറ്റി പോലീസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിൻ്റെ ഇടയിൽ അതും ഒരു 35 വയസ്സിന് താഴെ ഏജ് ഗ്രൂപ്പിലുള്ള ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുക, പ്രത്യേകിച്ച് രാസലഹരി ഉപയോഗിച്ച് വരുന്നതായി കാണുന്നത്. അപ്പോൾ അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ എംപ്ലോയേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്ത് ഒരു ചെറിയ പോളിസി ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം കൊച്ചി സിറ്റി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഇവിടെയുള്ള GTEC എന്ന് പറയുന്നത് കേരള ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെ ഒരു അസോസിയേഷനാണ്. അതുപോലെ തന്നെ FICCI, CAI, കേരള മാനേജ്മെൻറ്റ് അസോസിയേഷൻ, അതുപോലെ തന്നെ BNI, ഇതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള MNCs അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിൻ്റെ സെൻട്രൽ ഹെഡ്സുമായിട്ടും ഒരുപാട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇൻ തിയറി എല്ലാവരും ഒരു പോളിസി, ഒരു പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്, അതായത് നിങ്ങൾക്കെല്ലാം പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മിക്കവർക്കും അറിയാം, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ്, POSH എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിനുവേണ്ടി ഈ മഴക്കാലത്തും ഇത്രയും രാവിലെ സൈക്ലിംഗ് ഗിയറിലും സൈക്കിളിലും ആയി എത്തി റാലിയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി. അതോടൊപ്പം തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതുപോലെ തന്നെ അപ്പോളോ ടയേഴ്സിൻ്റെ സീനിയർ മാനേജ്മെൻറ്റ് എന്നിവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വേണുഗോപാൽ G കുറുപ്പാണ്, അസിസ്റ്റന്റ് ഡയറക്ടർ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. 26 ജൂൺ ലോക ലഹരി വിരുദ്ധ ദിനം അനുബന്ധിച്ച് ഇന്നിവിടെ ഒരു ബൈസിക്കിൾ എറണാകുളം ജില്ലാ അസോസിയേഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളൊരു ബൈസിക്കിൾ റാലി നടത്താൻ പോവാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് എറണാകുളം ജില്ലാ അസോസിയേഷനും അപ്പോളോ ടൈസുമാണ്. അവരാണ് നമുക്ക് ടീഷർട്ട്സൊക്കെ സ്പോൺസർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അതിന് റൈഡ് അഗെയിൻസ്റ്റ് ഡ്രഗ്സും ആവാം. നമുക്ക് അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് യങ് ജനറേഷനെ ഒരുമിച്ചെടുത്ത് ജോയിൻറ്റ് ഒരു ആക്ഷൻ നമുക്ക് നടത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മുന്നോട്ട് ഇവർക്കാണ് പ്രശ്നങ്ങൾ മുഴുവൻ വരാൻ പോകുന്നത്. അപ്പോൾ യങ് ജനറേഷനാണ് ഇതിൻ്റെ ടാർഗറ്റ്. അവരെ ഇതിന് രക്ഷിച്ചെടുക്കാൻ, അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഈ നമ്മൾ സൈക്കിൾ റേസ് വെച്ചേക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് മുന്നോട്ട് അങ്ങനെ പുരോഗമിച്ച് പോട്ടെ എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുകയാണ്. എത്ര ദൂരമാണത്? ഇതൊരു 10 കിലോമീറ്ററാണ്. ഇവിടുന്ന് കളമശ്ശേരി മെട്രോ സ്റ്റോപ്പിൽ നിന്ന് കേന്ദ്രീയ ഭവൻ NCB ഓഫീസ് എവിടെ സ്ഥിരീകരിക്കുന്നു അവിടെ ഇത് കഴിയും.